മോഡേണായ ഹീറോയിൻ കല്യാണം കഴിഞ്ഞ ഗ്രാമത്തിൽ വരികയാണ്. പക്ഷെ ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ഷൈ ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ അവൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മോഡേണായ രീതിയിൽ സാരി ഉടുക്കണം. അതേസമയം അവനാണെങ്കിൽ ഇവളോട് സംസാരിക്കാൻ വേണ്ടി എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഒരു ദിവസം ഹീറോ ബാൽക്കണിയിൽ നിന്ന് ഹീറോനെ സൈറ്റ് അടിക്കുകയാണ്. പക്ഷെ അവിടെ വരുന്ന ഹീറോയിനാണെങ്കിൽ ഇവനെ കണ്ടത് മുടുത്ത സാരി താഴേക്കാക്കും. എന്നിട്ട് ഇവളുടെ ഗ്ലാമർ കാട്ടി അവനെ വശീകരിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ഹീറോന്റെ അമ്മയും കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ എന്ത് വൃത്തിയേടാ ചെയ്യുന്നവണ് ചീത്ത പറയാണ്. അപ്പോഴും ഹീറോ മിണ്ടാതിരിക്കാതെ അയൺ ചെയ്യുമ്പോൾ ഹീറോനെ നോക്കും. അവളും ഇതാണ് ചാൻസ് പറഞ്ഞ ആദ്യത്തെ പോലെ സാരി താഴേക്കാക്കാൻ നോക്കും. പക്ഷെ പിന്നെയും അവിടെ വരുന്ന ഹീറോന്റെ അമ്മയാണെങ്കിൽ നടുവീട്ടിൽ ഇതേപോലെ വേഷം കെട്ട് കാട്ടാതെ റൂമിലേക്ക് പോകാൻ പറയാണ്. അന്ന് നൈറ്റ് തന്നെ ഇവൻ ഇനി വിട്ട ശരിയാവില്ലെന്ന് പറഞ്ഞ് ഹീറോ കൊക്കി കഴിക്കാൻ പറയാണ്. പക്ഷെ ഓൾറെഡി ഷൈ ടൈപ്പായി ഹീറോ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കഴിയുമ്പോൾ ഹീറോനെ അവോയ്ഡ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങും. ഇതിൽ വെക്സ് ആവുന്ന ഹീറോനാണെങ്കിൽ ഇവൻ ആ വിഷയത്തിൽ വീക്ക് ആണെന്ന് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വീട്ടിലേക്ക് വിളിച്ച് ഇവനെങ്കിൽ സെറ്റ് ആവില്ല എന്ന് പറയാണ്. പക്ഷെ ഇവളി പറയുന്നതെല്ലാം ഹീറോ ബാത്റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ സമയം നോക്കി ഹീറോന്റെ കസിൻ ആ വീട്ടിലേക്ക് വരികയാണ്. അവൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഹീറോനാണെങ്കിൽ അവൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇവളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നവനാണെങ്കിൽ ഇവരോട് കോഫി ചോദിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹീറോൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. പക്ഷെ അവന് വേണ്ടി കോഫി ഉണ്ടാക്കും. എന്നാൽ അടുത്ത ദിവസം തന്നെ അവനാണെങ്കിൽ ഹീറോൻ ഒറ്റയ്ക്കുള്ള സമയം നോക്കി ഹീറോനെ ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ഇതിനാണെങ്കിൽ ഹീറോൻ സമ്മതിക്കില്ല. എന്നാൽ അവനെ ചീത്ത പറഞ്ഞ ഉടനെ അറിയാതെ അവനെ കിസ്സും ചെയ്യും. ആ ദിവസം മുതൽ ഇവളുടെ ഹസ്ബൻഡിനെ അറിയാതെ ഇവർ ലവ് ചെയ്യാൻ തുടങ്ങുകയാണ്. പാർട്ട് 2 കാണാനായിട്ട് പാർട്ട് 2 കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യുക. ചാനൽ കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.